ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി ചക്കയും മാങ്ങയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ചക്ക പ്രിപ്പയർ ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. അത് സാധാരണ രീതിയിലല്ല, ഒരു വെറൈറ്റി ആയിട്ട് ചക്ക അരക്ക് നമ്മുടെ കയ്യിൽ അധികം പറ്റാത്ത രീതിയിൽ ചക്ക എങ്ങനെയാണ് അരക്ക് കളഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോ. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചക്കയെ രണ്ടായിട്ട് മുറിച്ച് ചക്കപ്പൂഞ്ഞ് ചെത്തി അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. ഇത് ഈ ചേച്ചി വെറൈറ്റി ആയിട്ട് ചക്കയുടെ മടൽ നല്ല മുനയുള്ള പിച്ചാത്തിയോ വെട്ടുകത്തിയോ കൊണ്ട് ചെത്തി 4 വഴിക്കും ചെത്തി വരുമ്പോൾ ചക്ക വെളിയിൽ കാണാം. നമുക്ക് ചക്കയുടെ മഞ്ഞ കളർ നമുക്ക് നല്ലതുപോലെ കാണാൻ സാധിക്കും. ആ രീതിയിൽ 4 വഴിക്കും ചെത്തിയിട്ട് ഈ ചക്ക അരക്ക് ചെറുതായിട്ട് തെളിയുമ്പോൾ അത് പേപ്പർ കൊണ്ട് തുടച്ച് കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല മുനയുള്ള പിച്ചാത്തിയോ വെട്ടുകത്തിയോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ടിത് ചെയ്യാമെന്നാണ് ഈ ചേച്ചി പറഞ്ഞത്. ചെറുതായിട്ട് എണ്ണ യൂസ് ചെയ്താൽ മതി. സാധാരണ ചെയ്യുന്ന പോലെ നല്ലതുപോലെ ചക്കയരക്കൊന്നും കയ്യിൽ പറ്റത്തില്ല. അല്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാം. എന്നിട്ട് ചക്കയുടെ അവിടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതും ചക്ക വെളിയിൽ കാണുന്ന അത്രയും രീതിയിൽ നമ്മൾ കരിക്കൊക്കെ ചെത്തുന്നത് പോലെ ചെത്തി റെഡിയാക്കി എടുക്കും. ഇവിടെ നമ്മൾ പാത്രമൊന്നുമല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പകരം പാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാടൻ സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പാളയാണ് പാത്രത്തിന് പകരം ഉപയോഗിക്കുന്നത്. പാളയിൽ വെച്ചാണ് ചേച്ചി ചക്കച്ചുള ചക്കപ്പൂഞ്ഞിൽ നിന്നും വേർതിരിക്കുന്നത്. ഇതിനകത്ത് വീഡിയോയിൽ കാണാം, ചക്കയിൽ പിടിച്ചുകൊണ്ട് ആ പൂഞ്ഞിൻ്റെ ആ ചക്ക തുടങ്ങുന്ന ആ ഭാഗത്ത് വെട്ടുകയാണ്. അപ്പം അത് ഇളകി ചക്കച്ചുള മാത്രം താഴേക്ക് വീഴും. ഈ പാളയായത് കാരണം നല്ല വിസ്താരമുണ്ട് ഏരിയ. അപ്പം നമുക്ക് ഈസി ആയിട്ട് വെട്ടി എടുക്കാവുന്നതാണ്. ഈ കത്താളിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാണെന്നാണ് ചേച്ചി പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര പാടാണ്. മുനയും ഇച്ചിരി കുറവാണ്. നല്ല മുനയുള്ളതായിരുന്നെങ്കിൽ ഈസി ആയിട്ട് വേഗത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. ചക്കയുടെ പൂഞ്ഞിനകത്താണ് ചേച്ചി ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പിടിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് 4 വഴിക്കുള്ള ചക്കച്ചുള മുറിച്ചിടുകയാണ്.